ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് +1 ബയോളജിയിലെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ ചില സയൻറ്റിസ്റ്റുകളുടെ പേരുമായാണ്. സാധാരണ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സയൻറ്റിസ്റ്റുകളുടെ പേരും എന്നാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള സയൻറ്റിസ്റ്റുകളുടെ പേരുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഹൂ പ്രപ്പോസ്ഡ് ദ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2019 മാത്രമല്ല, പല വർഷങ്ങളിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത് ആര്? ആൻസർ സിംഗർ ആൻഡ് നിക്കോൾസൺ. ഇത് തിരിച്ചും ചോദിക്കാറുണ്ട് കേട്ടോ. സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത മോഡലിൻ്റെ പേരെന്ത് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ എഴുതേണ്ടത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ്. മറ്റൊരു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഗോൾജി അപ്പാരറ്റസ് കണ്ടുപിടിച്ചതാര്? ഹൂ ഡിസ്കവേർഡ് ഗോൾജി അപ്പാരറ്റസ്? 2020 ക്വസ്റ്റ്യനാണ്. ആൻസർ വളരെ എളുപ്പമാണ്, കാമില്ലോ ഗോൾജി ഇൻ 1898. കാമില്ലോ ഗോൾജിയാണ് ആൻസർ. അതുപോലെ 2020 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഹൂ പ്രപ്പോസ്ഡ് ദ സെൽ തിയറി? സെൽ തിയറി പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ആൻസർ മാത്യൂസ് സ്ലീഡൻ ആൻഡ് തിയോഡർ ഷാൻ. എന്നാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചില സയൻറ്റിസ്റ്റുകളുടെ പേരാണ് പറയാൻ പോകുന്നത്. ആദ്യം റുഡോൾഫ് വിർച്ചോ. നമ്മുടെ സെൽ തിയറി മോഡിഫൈ ചെയ്തത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൂ മോഡിഫൈഡ് ദ സെൽ തിയറി? അതിൻ്റെ ആൻസറാണ് റുഡോൾഫ് വിർച്ചോ. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സെൽസ് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടാകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സെല്ലുകളിൽ നിന്നാണ്. സെൽ ഡിവൈഡ്സ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് അഭിപ്രായപ്പെട്ടത് റുഡോൾഫ് വിർച്ചോ ആണ്. അതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് ടേമാണ് ഓംനിസ് സെല്ലുലെ സെല്ലുല. വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓംനിസ് സെല്ലുലെ സെല്ലുല? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ആൻസർ സെൽ ഡിവൈഡ്സ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് അഭിപ്രായപ്പെട്ടത് റുഡോൾഫ് വിർച്ചോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, സെൽ കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ഹുക്ക്. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. അതായത് അദ്ദേഹം ഡെഡ് സെൽസ്, അതായത് മരത്തിൻ്റെ കോർക്ക് സെൽസാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. എന്നാൽ ലിവിങ് സെൽസ്, ലൈവ് സെൽസ്, ഫ്രീ ആയിട്ടുള്ള ബാക്ടീരിയ, സ്പേം പോലുള്ള ലൈവ് സെല്ലുകളെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആൻറ്റൺ വാൻ ലുവൻഹോക്കാണ്. അപ്പോൾ ഫ്രീ സെൽസ് ഓർ ലിവിങ് സെൽസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആൻറ്റൺ വാൻ ലുവൻഹോക്ക്. സെല്ലിനുള്ളിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഓർക്കുക, സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗണും ഫ്രീ സെൽസ് കണ്ടെത്തിയത് ആൻറ്റൺ വാൻ ലുവൻഹോക്കുമാണ്. എന്നാൽ റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ് എന്ന സയൻറ്റിസ്റ്റാണ്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ് എന്ന സയൻറ്റിസ്റ്റാണ്. റൈബോസം എന്താണെന്നും അത് 2 തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോകാരിയോട്സിൽ 70S ടൈപ്പും യൂകാരിയോട്സിൽ 80S ടൈപ്പും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിലെന്താണ് എസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റായ സെഡ്ബർഗ് യൂണിറ്റ്, അതിൻ്റെ സിമ്പലാണ് എസ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 70Sലും 80Sലും കൊടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്നത് സെഡ്ബർഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുള്ളതും എന്നാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചില സയൻറ്റിസ്റ്റുകളുടെ പേരുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും സയൻറ്റിസ്റ്റുകളുടെ പേര് നന്നായി പഠിച്ചു വെച്ചിരിക്കുക. ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിക്കാതെ അതോടൊപ്പം ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളും ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.